Hi all, now we are discussing the existence and uniqueness theorem. The existence and uniqueness theorem is a tool to conclude that there exists only one solution to a first order differential equation which satisfies a given initial condition. We are already familiar with the theorem which states that under certain conditions on f of ty, the initial value problem y dash equal to f of ty, y at t naught equal to y naught has a unique solution in some interval containing t naught. Now, in general, the existence and uniqueness theorem can be stated in the following way. Here the theorem is, if f and dou f by dou y are continuous in a rectangle R, mod t less than or equal to a, mod y less than or equal to b, then there is some interval mod t less than or equal to h less than or equal to a in which there exists a unique solution y equal to phi of t of the initial value problem y dash equal to f of ty, y at 0 equal to 0. നമ്മൾ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് നോൺ ലീനിയർ ഇക്വേഷനിലെയും ലീനിയർ ഇക്വേഷനിലെയും അണ്ടർ സർട്ടൈൻ കണ്ടീഷൻസ് നമുക്കറിയാം എപ്പോഴാണ് എക്സിസ്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ ഉള്ളത്, അതെപ്പോഴാണ് യൂണീക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ നമ്മൾ പറയുന്നത് എഫും ഡോ എഫ് ബൈ ഡോ വൈയും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ, y അറ്റ് 0 ഈക്വൽ ടു 0 എന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുമെന്നാണ്. അതായത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് -a, -b ഇവ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലെ പോയിൻ്റാണ് 0 0. അതായത് നമ്മളിവിടെ 0 0 ഒറിജിൻ ആയിട്ടാണ് ആ റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ, y അറ്റ് 0 ഈക്വൽ ടു 0. ഇവിടെ എഫും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, അതായത് y ഡാഷ് എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു y അറ്റ് 0 ഈക്വൽ ടു 0 എന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഈ ഒരു റെക്റ്റാങ്കിളിൽ എക്സിസ്റ്റ് ചെയ്യും. ആ റെക്റ്റാങ്കിളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ഇൻ്റർവൽ നമുക്ക് തന്നിട്ടുണ്ട്. ദർ ഈസ് സം ഇൻ്റർവൽ, അതായത് ഇവിടെ -h എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ എച്ച് എവിടെ വേണമെങ്കിലും ആവാം, എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് തന്നിരിക്കുന്നത്. സോ ഇവിടെ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് പറയാം, ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് ജനറലി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം തരിക, y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ, y അറ്റ് ടി നോട്ട് ഈക്വൽ ടു y നോട്ട് എന്നാണല്ലേ. അപ്പോൾ പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് പറയണത്, y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ, y അറ്റ് 0 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് y അറ്റ് ടി നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് 0 0 അല്ല, ടി നോട്ട് y നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ഓഫ് വേരിയബിൾസ് കൊടുത്തിട്ട് നമുക്ക് ഈ ടി നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിനെ 0 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കോർഡിനേറ്റ് ആക്സിസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി നോട്ട് വൈ നോട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, 0 0 കൊടുക്കാൻ പറ്റും, 0 0 എത്തിക്കാൻ പറ്റും. സോ നമുക്കതിന് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ, y ഡാഷ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് y അറ്റ് 1 ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ടി നോട്ട് എന്ന് പറയുന്നത് 1ഉം y നോട്ട് എന്ന് പറയുന്നത് 2ഉം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ വേരിയബിൾസിനെ ചേഞ്ച് ഓഫ് വേരിയബിൾ യൂസ് ചെയ്യുക. ഇവിടെ ലെറ്റ് us ചേഞ്ച് ദ വേരിയബിൾസ് ടു s ഈക്വൽ ടു t മൈനസ് 1 ആൻഡ് w ഈക്വൽ ടു y മൈനസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടി നോട്ട് 1 ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ടി നോട്ട് 1 ആകുമ്പോൾ എസിൻ്റെ വാല്യൂ എന്താണ്, when t naught equal to 1 then s equal to 0, when y naught equal to 2 then w equal to 0. അപ്പോൾ ഈ പ്രോബ്ലം എന്തായി മാറി, ഇവിടെ y at 0 equal to 0 ആയി. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ മാറ്റം വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് y ഡാഷ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. y ഡാഷ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് നമ്മളുടെ പ്രോബ്ലം തന്നിരിക്കുന്നത്. പക്ഷേ ഈ y ഡാഷ് എന്ന് പറയുന്നതിൽ നമുക്ക് ഡബ്ല്യു എസ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് നമ്മൾ ചേഞ്ച് ആക്കി. അപ്പോൾ നമ്മളുടെ y ഡാഷ് എന്ന് പറയുന്നത് dy ബൈ ഡി ടി ആണ്. സോ അതിൽ നമുക്ക് എന്ത് മാറ്റം വരും, dy ബൈ ഡി ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടണത് dw by ds എന്നായിരിക്കും, dw by ds.
ഡി വൈ ബൈ ഡി ഡബ്ല്യു എന്താണ്? ഡി വൈ ബൈ ഡി ഡബ്ല്യു ഈക്വൽ ടു 1 വരും. അതാ ഡി വൈ ബൈ ഡി ഡബ്ല്യു ഈക്വൽ ടു 1 ആൻഡ് ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടിയും 1 ആണ്. സോ നമുക്ക് ആൻസർ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി എസ് എന്ന് വരും. ഹെൻസ് ദി ഗിവൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ബിക്കംസ് എന്തായിട്ട് മാറും? ഡി ഡബ്ല്യു ബൈ ഡി എസ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ടി സ്ക്വയർ എന്നായിരുന്നു. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ആണ്. സോ ഇതെന്തായി? എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് അതുപോലെ വൈ സ്ക്വയർ എന്തായിട്ട് മാറും? വൈ മൈനസ് 2 ആണ്. അപ്പം ഡബ്ല്യു പ്ലസ് 2 ആണ്. ഡബ്ല്യു പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇനീഷ്യൽ കണ്ടീഷൻ ഡബ്ല്യു അറ്റ് 0 ഈക്വൽ ടു 0. ഇനി ഈ ഒരു ഇതാ ഇപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി ഡബ്ല്യു ബൈ ഡി എസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡബ്ല്യു പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡബ്ല്യു അറ്റ് 0 ഈക്വൽ ടു 0 എന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ദർ എക്സിസ്റ്റ് എ യൂണിക് സൊല്യൂഷൻ ഇൻ ദ റെക്റ്റാങ്കിൾ ഹാസ് ദ ഒറിജിൻ 0 0. ഓക്കെ, അങ്ങനെ പറയാം. ഇനി ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, പക്ഷേ പ്രൂഫ് പറയുന്ന ഒരു ഇറ്ററേഷൻ മെത്തേഡ് ഉണ്ട്. അതാണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ്. ആ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് അതിൻ്റെ പ്രൂഫിൻ്റെ ഔട്ട്ലൈൻ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രൂഫ് സിലബസിലില്ല, പക്ഷേ നമുക്ക് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കണം. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ്. Now Picard's iteration method. Picard's iteration method gives an approximate solution of the initial value problem y dash equal to f of ty, y at t naught equal to y naught. So consider the initial value problem y dash equal to f of ty, y at t naught equal to y naught. Then one can be written as dy by dt equal to f of ty, and by variable separable, using variable separable ty equal to f of ty by dt. Integrating from t naught to t with respect to t, we get integral y naught to y dy equal to integral t naught to t f of t by dt. Integrate ചെയ്യുമ്പോൾ നമുക്കിവിടെ y minus y naught equal to integral t naught to t f of t by dt എന്ന് കിട്ടും. That is equal to ഇതിനെ നമുക്ക് y equal to y naught plus integral t naught to t f of t by dt എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനെ, ഇതൊരു ഇൻ്റഗ്രൽ ഇക്വേഷനാണ്, ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനെ നമുക്ക് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അതാണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആദ്യം ഇതിനെ നമുക്ക് y1 of t ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ y0ന് പകരം ബൈ പുട്ടിങ് y0 ഫോർ yക്ക് പകരം y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് y ഈക്വൽ ടു y1 of t അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് f of ty എന്ന് പറയുന്ന വേരിയബിളിൽ, f of ty എന്ന് പറയുന്ന ഫംഗ്ഷനിൽ y എന്ന് പറയുന്ന വേരിയബിളിന് പകരം y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y1 of t എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് ഇക്വേഷൻ കിട്ടും, സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് y1 of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t naught ടു t f of t y0 dt. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? y2 കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ y2 of t കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ y0ന് പകരം നമ്മൾ എന്ത് ചെയ്യുക? y1 എന്ന് ഈ RHS ഫംഗ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ y2 of t കിട്ടും. ദാറ്റ് ഈസ് y2 of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t naught ടു t f of t y1 dt. y1 of t dt. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പിൽ ഈ ഇറ്ററേഷൻ്റെ സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടുക? അതായത് ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ആഫ്റ്റർ എ ഫൈനൈറ്റ് സ്റ്റേജ് y1 of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t naught ടു t f of t yn മൈനസ് 1 of t dt. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമ്മൾ y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y1 of t എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും അല്ലേ? അവിടെ y1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y2 of t എന്ന് കിട്ടും. RHSൽ y2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y3 of t എന്ന് കിട്ടും. അങ്ങനെ ആഫ്റ്റർ എ ഫൈനൈറ്റ് സ്റ്റേജ് നമുക്ക് yn of t കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എന്താ കിട്ടുന്നത്? ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. നമുക്ക് കിട്ടുന്നത് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഇതിലെ ഓരോ ഫങ്ഷനും സാറ്റിസ്ഫൈസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഓരോ ഫംഗ്ഷനും ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ജനറലായിട്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല.
കാരണം ഇതെല്ലാം അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് ആണ്, സൊല്യൂഷൻ ആയിട്ടില്ല. പക്ഷേ ഒരു ഫൈനൈറ്റ് സ്റ്റേജിൽ, ആഫ്റ്റർ എ ഫൈനൈറ്റ് സ്റ്റേജ്, നമുക്ക് yk+1 ഈക്വൽ ടു yk ആവുകയാണെങ്കിൽ, ആഫ്റ്റർ എ സ്റ്റേജ് ഇഫ് yk+1 ഈക്വൽ ടു yk ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം yk ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, പക്ഷേ ജനറലായിട്ട് ഇങ്ങനെ സംഭവിക്കില്ല. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളുടെ ഫങ്ഷനിൽ if the functions f and ∂f/∂y are continuous in some rectangle alpha less than t less than beta, gamma less than y less than delta, containing the point t0 y0, then above sequence converges to the solution y of t of initial value problem. തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, അതായത് ഇത്രയേ ഉള്ളൂ. എഫ് ∂f/∂y എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ഇൻ സം റെക്റ്റാങ്കിൾ കണ്ടെയ്നിങ് ദ പോയിന്റ് t0 y0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സൊല്യൂഷൻസ് അല്ലേ, y1 y2 എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിക്കാർഡ് സിറ്റുവേഷൻ വഴി അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് നമുക്ക് ഓരോ വട്ടവും കിട്ടിക്കൊണ്ടിരിക്കുക. ആ സൊല്യൂഷൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിക്കാർഡ് സിറ്റുവേഷൻ മെത്തേഡിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, പിക്കാർഡ് സിറ്റുവേഷൻ വഴി എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ഇതാണ്. യൂസിങ് പിക്കാർഡ്സ് മെത്തേഡ് സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y' = t + y, y at 0 = 1. ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പിക്കാർഡ് സിറ്റുവേഷൻ വഴി മെത്തേഡ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് പിക്കാർഡ്സ് മെത്തേഡ് പരിചയപ്പെടുത്താണ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് ടി വൈ എന്താണ്? എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു t + y. അതുപോലെ ഇനീഷ്യൽ കണ്ടീഷൻ y at t0 = y0 t0 = 0 ആൻഡ് y0 = 1. ഓക്കെ, നമുക്കറിയാം പിക്കാർഡ് സിറ്റുവേഷൻ മെത്തേഡിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് yn of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t0 to t f of t yn minus 1 of t dt. നമുക്ക് y1 കണ്ടുപിടിക്കണം. y1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y1 of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t0 to t f of t y0 of t dt. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ടി y0 of t വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ഇതിൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് ടി y0. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫംഗ്ഷൻ എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് ടി വൈ എന്ന് പറയുന്നത് t + y ആണ്. സോ ഇവിടെ എന്താവും? t + y0. y0ൻ്റെ വാല്യൂ നമുക്കറിയാം, y0 = 1. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് t + 1 എന്ന് കിട്ടും. സോ നമ്മളുടെ y1 of t എന്ന് പറയുന്നത് y0 പ്ലസ് ഇൻ്റഗ്രൽ t0 to t + 1 dt എന്നാവും. നമുക്ക് y0ൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇൻ്റഗ്രൽ t0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 to t + 1 dt. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് t + t²/2. ഇതിനെ ലിമിറ്റ് കൊടുത്താൽ 0 to t ആണ് വരിക. സോ എല്ലാം t ആയത് കാരണം നമുക്ക് ഇത് തന്നെയാണ് ഫംഗ്ഷൻ കിട്ടുക, 1 + t + t²/2. ഓക്കെ, ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ നോക്കാം, ദാറ്റ് ഈസ് y2 of t. y2 of t കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? y0 പ്ലസ് ഇൻ്റഗ്രൽ t0 to t f of t y1 of t dt. അപ്പോൾ നമുക്ക് f of t y1 കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു t + y1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു y1 എന്ന് പറയുന്നത് കുറച്ച് വലിയ ഫംഗ്ഷനാണ്, നമുക്ക് തന്നിരിക്കുന്നതിനേക്കാളും കുറച്ച് വലുതാണ്. സോ t + 1 + t + t²/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2t + t²/2 എന്ന് വരും.
ഓക്കെ, നമുക്കിനി y2 of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് y2 of t ഈക്വൽ ടു y0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻ്റഗ്രൽ 0 to t f of t y1 of t നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 പ്ലസ് 2t പ്ലസ് t സ്ക്വയർ ബൈ 2. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും dt. സോ നമുക്ക് കിട്ടുന്നത് y2 of t ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ നമുക്ക് t പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 6 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ y3 of t ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ t0 to t f of t y2 of t dt. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? നമുക്ക് ആദ്യം എഫ് ഓഫ് ടി y2 തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ടി പ്ലസ് y2 ദെൻ ടി പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടി പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 6. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് 2t പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 6 എന്നാവും. നമുക്കിത് ഇനി നമുക്ക് y3 of t എഴുതാം. y3 of t ഈക്വൽ ടു 1 പ്ലസ് ഇൻ്റഗ്രൽ 0 to t 1 പ്ലസ് 2t പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 6 dt. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് ടി പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് ടി റേസ് ടു 4 ബൈ 24. അടുത്ത ടേമിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് ഈ സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്? y1 of t y2 of t y3 of t എന്ന് പറയുന്ന കുറേ ഫംഗ്ഷൻസ് കിട്ടിയല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് ഇതിൻ്റെ ടേംസ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതായിരിക്കും, ആ സീക്വൻസിൻ്റെ ലിമിറ്റ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആസ് ദ ലിമിറ്റ് of the above sequence of functions y1 of t y2 of t etc. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ തീരാണ്. അപ്പോൾ പിക്ക് ആൻഡ് സിറ്ററേഷൻ മെത്തേഡിലെ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.